ക്യാരറ്റ് പോള, നല്ല സുന്ദരി പോള. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ക്യാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാനുള്ള ചേരുവകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല. ക്യാരറ്റ് വേണം, മുട്ട, പിന്നെ പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി ചേർക്കാം. ഇത് 300 ഗ്രാം ക്യാരറ്റാണ്. 300 ഗ്രാം ക്യാരറ്റ് ചെറുതായി മുറിച്ച് കുക്കറിൽ ഇട്ട് ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണിത്. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചും വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. പിന്നെ ഉള്ളത് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റ് പോള ഉണ്ടാക്കിയതിന് ശേഷം ക്യാരറ്റിൻ്റെ പോളയുടെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. പഞ്ചസാര ചേർത്ത് വിളയിച്ചെടുക്കണം. ഇത് ഗാർണിഷ് ഭംഗിക്ക് മാത്രമല്ല, പോളക്കൊരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണം. അപ്പോൾ ഞാനിത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒരു 100 ഗ്രാം 125 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ വേണ്ടത് മുട്ട. ഒരു 6 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ബ്രെഡ് പീസ്. ഇതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. ക്യാരറ്റ് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ. ക്യാരറ്റ് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മളെടുത്ത് വെച്ച 2 സ്ലൈസ് ബ്രെഡ് ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് പാൽപ്പൊടി ചേർക്കുന്നു. 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഒരു നുള്ളു ഏലക്കായ്പ്പൊടി കൂടെ ചേർക്കണം. ഒരു നുള്ളു ഏലക്കായ്പ്പൊടി ചേർക്കുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് അടിച്ചെടുക്കണം. നന്നായി അരച്ചിട്ടുണ്ട്, നല്ല നൈസായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു തുള്ളി എണ്ണ തടവണം, ഒരുപാടൊന്നും വേണ്ട. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ, നമുക്ക് എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് വിളയിച്ചെടുക്കണം. ഇതിനുവേണ്ടി ക്യാരറ്റ് ഞാൻ പാനിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഒരുപാട് ചേർക്കണം, നല്ല മധുരം വേണം, എന്നാലേ ഇത് വിളഞ്ഞു കിട്ടുള്ളൂ. പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് വറ്റി. വെള്ളം തീരെ ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം ഇതിങ്ങനെ പഞ്ചസാരയുടെ സിറപ്പിൽ ഇതിങ്ങനെ വിളഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ഒട്ടുന്ന രൂപത്തിലാവും. ഇപ്പോൾ ആയിട്ടില്ല, ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ ചെയ്യാം.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, ഇവിടെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് താഴ്ന്നു പോയി. ചിലപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയിക്കോളും. ഇതിന് വേവ് കറക്റ്റായോ എന്നൊന്ന് നോക്കണം. അപ്പോൾ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഒട്ടുകയാണെങ്കിൽ ഒട്ടുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. അത് ഒന്ന് കുറച്ച് ചൂടാറി കഴിഞ്ഞ ശേഷം വേണം അതിൽ നിന്ന് മാറ്റാൻ. ഇനി നമുക്ക് ഇത് ഒരു വെള്ളത്തിൽ, ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. കുറച്ച് സമയം തണുത്ത് കഴിഞ്ഞാൽ, കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ വെക്കണം. നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഇങ്ങനെയുള്ളൊരു മൂടി എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കമഴ്ത്തിയെടുക്കാം. തിരിച്ചിട്ടെടുക്കണം. പ്ലേറ്റ് ഇങ്ങനെ വെക്കുക, ഇതിങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള റെഡിയായി.